സാർ, ഇന്ത്യയിൽ ഏറ്റവും അധികം വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി ഇൻഡിഗോയാണ്. ഈ ഇൻഡിഗോ ഇപ്പോൾ നടത്തിയ ഒരു സമരം, അത് ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിലെ യാത്രക്കാരായിട്ടുള്ള നിരവധി ആളുകളെ ബുദ്ധിമുട്ടിച്ചു. പ്രത്യേകിച്ച് വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരുന്ന സമയത്ത് വിമാനത്താവളങ്ങളിൽ മുഴുവൻ ഏതാണ്ട് അലങ്കോലപ്പെടുന്ന ഒരു അവസ്ഥ. ഇതൊരു പ്ലാൻഡ് നീക്കമാണ്. കാരണം 68% സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് ഇൻഡിഗോ. അപ്പോൾ പൈലറ്റുമാർക്ക് റെസ്റ്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ആസൂത്രണമില്ലായ്മ എന്നൊക്കെ പറയുന്നത് വെറും ഒരു അപ്രതീക്ഷിതം. അത് എന്തോ ഒരു ബാഹ്യ അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതൊരു നിഴൽ യുദ്ധമാണ് ഇന്ത്യക്കെതിരെ ഇൻഡിഗോ നടത്തിയൊരു നിഴൽ യുദ്ധമാണ് എന്നുള്ള സംശയം ബലപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിഗോയുടെ CEO വിദേശിയാണ്, എയർ ഇന്ത്യയുടെ CEOയും വിദേശിയാണ്. ഇൻഡിഗോയുടെ CEO ഡച്ചുകാരനാണ്. ഡച്ച് എയർലൈൻസിൻ്റെ ചീഫായിരുന്ന ആളാണ് 8 കൊല്ലം. അതായത് പീറ്റർ എൽബേഴ്സ് ആണ് ഇൻഡിഗോയുടെ CEO. അത് ഇൻഡിഗോ ഒരു ചെറിയ പൈസയ്ക്ക് പറക്കാവുന്ന എയർലൈൻ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഈ ജെറ്റ് എയർവേസ് ഒക്കെ പൂട്ടിയല്ലോ. ഈ സാധാരണഗതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അമേരിക്കയിൽ പ്രധാനപ്പെട്ട 4 എയർലൈനുകളുണ്ട്. പക്ഷെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എയർലൈനിന് 18.6% വിപണിയിൽ എന്താ പറയുക ഷെയർ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മൊത്തം പറക്കുന്ന വിമാനങ്ങളുണ്ടല്ലോ, സർവീസുകൾ, അതിൽ 18.6% അവിടുത്തെ ഏറ്റവും വലിയ വിമാന കമ്പനി നടത്തുന്നുള്ളൂ. കുറച്ച് സർവീസുകൾ എന്ന് പറഞ്ഞാൽ വികേന്ദ്രീകൃതമാണത്. ഇന്ത്യയിൽ ഈ പ്രധാനമായിട്ടും ജെറ്റ് എയർവേസ് നരേഷ് ഗോയൽ അതിന്റെ ഉടമസ്ഥൻ എന്തൊക്കെയോ തരികിടയൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപമൊക്കെ ഉണ്ടായി. ജെറ്റ് എയർവേസ് ഒക്കെ പൂട്ടി 2015. 2006 ഈ ഇൻഡിഗോ തുടങ്ങുന്നത്. 2015 ജെറ്റ് എയർവേസ് ഒക്കെ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ ഒരു കുത്തക പോലെ എയർ ഇന്ത്യ വലിയ ക്രൈസിസിലായിരുന്നല്ലോ ആ സമയത്ത്. കാരണം ടാറ്റ പിന്നീട് ഏറ്റെടുക്കുമ്പോഴല്ലേ എയർ ഇന്ത്യ കുറച്ച് ഭേദപ്പെടുന്നത്. അപ്പോൾ ശരിക്കും കുത്തക, അതാണ് ഈ 68% സർവീസുകളും ഇൻഡിഗോ നടത്തുന്ന അവസ്ഥയിലേക്ക് വന്നു. ആ ഇൻഡിഗോയ്ക്ക് ഈ ഒത്താശ ചെയ്യുന്ന വിധത്തിലാണ് നമ്മുടെ സിവിൽ ഏവിയേഷൻ വകുപ്പ് മന്ത്രാലയമൊക്കെ പ്രവർത്തിച്ചത്. കാരണം ഈ വികേന്ദ്രീകരണം ഞാൻ പറഞ്ഞില്ല അമേരിക്കയിൽ, അത് വളരെ പ്രധാനമാണ്. ഇപ്പൊ ഈ നമ്മളൊരു പുതിയ നിയമം കൊണ്ടുവന്നു. പുതിയ നിയമം അനുസരിച്ചിട്ട് ഈ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്, അതായത് പൈലറ്റുമാർക്ക് വിശ്രമം കൊടുക്കുന്ന ഒരു നിയമമാണ് കൊണ്ടുവന്നത്. അപ്പൊ അതിനെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇൻഡിഗോ സ്വീകരിച്ച നയം. അതിന്റെ ഭാഗമായിട്ടാണ്, അതായത് ആ നിയമം മുഴുവൻ സർക്കാരിനെ കൊണ്ട് കേന്ദ്രത്തെ കൊണ്ട് പിൻവലിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഡിസ്റപ്ഷൻ സർവീസ് 1000 സർവീസുകൾ റദ്ദാക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് വന്നില്ലേ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ. എന്ന് പറഞ്ഞാൽ ഈ സർവീസ് റദ്ദാക്കുന്നു, പക്ഷെ ഇന്ത്യയിലെ മറ്റ് എയർലൈൻസിൽ എയർ ഇന്ത്യക്കുമൊക്കെ ഇത് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കില്ല. കാരണം ഏറ്റവും വലിയ എയർലൈൻ ഇൻഡിഗോ ആണ്. മറ്റവർക്കും ഈ യാത്രക്കാരെ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനായിട്ട് മറ്റ് എയർ ഇന്ത്യക്ക് സാധ്യമല്ല. അപ്പോൾ എല്ലാവരും പ്രശ്നത്തിലാവുകയാണ്. മൊത്തം രാജ്യം തന്നെ അലങ്കോലമാണെന്നുള്ള ഇംപ്രഷൻ ആണ് ലോകത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകുന്നത്. അമേരിക്കയിൽ 4 എയർലൈനിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും വലുതിന് 18.6% സർവീസേ നടത്തുന്നുള്ളൂ. അപ്പൊ അവർക്കൊരു കുഴപ്പം വന്നു എന്നിരിക്കട്ടെ, ഈ 18.6 ബാക്കി 3 നടത്താന്നേ അവിടെ അങ്ങനെ വികേന്ദ്രീകരിച്ചു പോവും. ഇവിടെ നടക്കുന്നില്ല. ഇൻഡിഗോ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ മുൾമുനയിൽ നിർത്താം. അത്രയും കുത്തകയാണ്. അങ്ങനെ കുത്തകയായതുകൊണ്ടാണ് അവര് എന്നാ പിന്നെ ഇന്ത്യക്കിട്ടൊരു പണി കൊടുക്കാം. ആ പണി കൊടുക്കാനായിട്ട് തിരഞ്ഞെടുത്ത സമയം പുടിൻ വന്ന് ഇന്ത്യ മൊത്തം, ലോകം മൊത്തം, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് ചർച്ച ചെയ്യുന്നതിന്റെ സ്ഥാനത്ത് ഇൻഡിഗോ പ്രശ്നം അതിന്റെ മുകളില്. ഇവിടെ ശബരിമല കൊള്ള വേണ്ട, മാങ്കൂട്ടം മതി എന്ന് തീരുമാനിക്കുന്ന പോലെ ഒരു അജണ്ട വിദേശികൾ രൂപപ്പെടുത്തി. നമ്മൾ അത് എന്തിൻ്റെ കൂടെ കൂട്ടി വായിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ മാത്രം നേരത്തെ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റ് പേജിൽ
3 വിദേശ സ്ഥാനപതിമാർ ഇന്ത്യയിലുള്ളവര്, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, അവർ സംയുക്തമായിട്ട് പുട്ടിനെതിരെ ലേഖനം എഴുതി. പുട്ടിൻ വരുമ്പോ അപ്പൊ വിദേശ അജണ്ട സംശയിച്ചാൽ, നിഴൽ യുദ്ധം സംശയിച്ചാൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. എല്ലാം കൂടി കൂട്ടി വായിച്ചാലല്ലേ സംഗതി ശരിയാവുള്ളൂ. ഇത് ഇപ്പൊ പീറ്റർ എൽബേഴ്സിന്, ഇൻഡിഗോയുടെ സിഇഒയ്ക്ക് കേന്ദ്രം ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അയാളെ പുറത്തേക്ക് അയക്കാനുള്ള ശ്രമങ്ങളുടെ തുടക്കമാണതെന്നാണ് എൻ്റെ ധാരണ. അയാളെ പുകച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ COO, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, വിദേശിയ ഇൻഡിഗോയുടെ. ഇതൊക്കെ 2015 കുത്തക കിട്ടുമ്പോഴാണ് കേട്ടോ വിദേശികളുടെ വരവും ഒക്കെ. COO ഇസിദ്രെ പോർക്കറാസ്, വിദേശിയ. അതിൻ്റെ COOയും തലപ്പത്ത് 2 പേരും വിദേശികൾ. 24 മണിക്കൂർ സമയം കൊടുത്തിട്ടുണ്ട് ഷോക്കോസ് നോട്ടീസിന് മറുപടി കൊടുക്കാൻ. 1937 നമ്മുടെ വിമാന ചട്ടങ്ങൾ, എയർക്രാഫ്റ്റ് റൂൾസ് ഇത് ലംഘിച്ചു എന്നാണ് ഷോക്കോസ് നോട്ടീസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ആസൂത്രണം, പിന്നെ ഓവർസൈറ്റ്, പിന്നെ മനുഷ്യ വിഭവശേഷി ഉണ്ടല്ലോ ഇൻഡിഗോയുടെ, അത് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാതിരിക്കൽ, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമ്മുടെ DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉണ്ടല്ലോ, ന്യൂ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ FDTL റൂൾസ്, അതാണ് പുതിയ നിയമം എന്ന് ഞാൻ പറഞ്ഞത്. പൈലറ്റുമാർ വിശ്രമിക്കുക, ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ റൂൾസ്, പ്രത്യേകിച്ച് രാത്രിയൊക്കെ വേണ്ടത്ര വിശ്രമിക്കുക, സുരക്ഷിതത്വം. ആ നിയമങ്ങൾ നടപ്പാക്കിയിരുന്നു. പക്ഷേ ആ നിയമങ്ങൾ ഇവർ വേണ്ട പോലെ ഇൻഡിഗോ നടപ്പാക്കിയില്ല. വേണ്ടത്ര സമയം അവർക്ക് കൊടുത്തിരുന്നു. എന്നിട്ട് ഈ വിമാന സർവീസുകൾ നിന്നപ്പോൾ അതിൽ പ്രധാനപ്പെട്ട നിയമങ്ങളിലൊക്കെ ഇളവും കൊടുത്തു. എന്നിട്ടും വൃത്തിയായില്ല. അപ്പോൾ യാത്രക്കാരെ ഒട്ടും വകവെച്ചില്ല ഇൻഡിഗോ. യാത്രക്കാർക്ക് അറിയിപ്പുകൾ കൊടുത്തില്ല, ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. റീഫണ്ടിന്റെ കാര്യത്തിൽ ഒന്നും യാത്രക്കാരെ തീരെ മൈൻഡ് ചെയ്തില്ല, അലങ്കോലമാക്കി. ഇന്ത്യയെ തന്നെ മൈൻഡ് ചെയ്യാത്ത വണ്ണം ആണിത് ചെയ്തത്. ഇപ്പൊ 4 അംഗ അന്വേഷണ സമിതി വെച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടിന് കാക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഇയാളെ തട്ടും എന്നാണ് പുറത്തു വരുന്ന വിവരം. അപ്പൊ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഈ എൽബേഴ്സിനെ വിളിച്ചിട്ട് ഇന്നലെ യോഗം നടത്തി. ഇന്ന് പോര്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് മന്ത്രി കെ രാംമോഹൻ നായിഡു ഉണ്ടായിരുന്നു മീറ്റിങ്ങിൽ. DGCAയുടെ ഡയറക്ടർ ജനറൽ ഫൈസ് അഹമ്മദ് കിഡ്വായ് ഉണ്ടായിരുന്നു മീറ്റിങ്ങിൽ. ഡ്രസ്സിംഗ് ഡൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ, എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അഭ്യാസമൊന്നും കാണിക്കണ്ട എന്ന് പറയുന്ന കാര്യമുണ്ട്, വാണിംഗ് പോലെ. അതാണ് സംഭവം. എൽബേഴ്സിന് 30 വർഷത്തെ സർവീസ് ഉണ്ട് ഇൻഡിഗോയുടെ ചീഫിന് ഈ മേഖലയിൽ. 2022 സെപ്റ്റംബറിലാണ് അയാൾ ഇൻഡിഗോയുടെ ചീഫായത്. ഡച്ച് എയർലൈൻസ് KLM അതിൽ 8 കൊല്ലം CEO ആയിരുന്നു അയാൾ. നേരത്തെ പറഞ്ഞ പോലെ 68% സർവീസും ഇൻഡിഗോയാണ് ചെയ്യുന്നത്. വെള്ളിയും ശനിയും ഒക്കെ ആയിട്ട് 1000 സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. എയർബസ് 320 ഈ പൈലറ്റുമാർക്ക് FDTL പുതിയ റൂൾസ് ഉണ്ടല്ലോ, അതിൽ ഇളവ് പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്രം. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ രാത്രി ഡ്യൂട്ടി ആയി ബന്ധപ്പെട്ടതാണ്. ഫെബ്രുവരി 10 വരെയാണ് ആ ഇളവ് കൊടുത്തിരിക്കുന്നത്. 10-ാം തീയതി 15-ാം തീയതി ഒക്കെ ആവുമ്പോഴേ നോർമൽ ആവുള്ളൂ എന്നുള്ളതാണ്. പുട്ടിൻ വന്നപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയല്ലോ, അപ്പൊ അവർക്ക് സന്തോഷം ആയിട്ടുണ്ട്. അപ്പൊ പുതിയ FDTL റൂൾസ്, ഈ FDTL എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ, അതാണ് FDTL റൂൾസ്. അത് പുതിയ റൂൾസ് വെച്ചിട്ട് ഇവർക്ക് കൂടുതൽ പൈലറ്റുമാർ വേണ്ടിയിരുന്നു. അതിൻ്റെ കണക്ക് പറയാം. പുതിയ നിയമം അനുസരിച്ചിട്ട് അതൊന്നും ഇൻഡിഗോ ചെയ്തിരുന്നില്ല.
പുതിയ റൂൾസ് വരുമ്പോൾ കുറെ കൂടുതൽ വിശ്രമിക്കുമല്ലോ. അതെ. അപ്പോൾ പൈലറ്റുമാർ കൂടുതൽ വേണം. അതായത് പുതിയ FDTL റൂളുകൾ വന്നപ്പോൾ ഇൻഡിഗോയ്ക്ക് ഈ സർവീസുകൾ നടത്താൻ 2422 ക്യാപ്റ്റന്മാർ, പൈലറ്റുമാർ, പ്രധാനപ്പെട്ട പൈലറ്റ് 2422 പേര് വേണം. 2151 ഫ്ലൈറ്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ സഹ പൈലറ്റ് വേണം. പക്ഷെ ഇവർക്ക് ഇത്രയും ഉണ്ടായിരുന്നില്ല. 2422 സ്ഥാനത്ത് 2357 പൈലറ്റുമാർ, സഹ പൈലറ്റുമാർ 2194 ഫസ്റ്റ് ഓഫീസേഴ്സ്. ഇങ്ങനെയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എയർബസ് 320 ഫ്ലീറ്റ് 400 വിമാനമുണ്ട് ഇവർക്ക്. 2300 സർവീസ് നടത്തുകയും വേണം. അപ്പോൾ പുതിയ നിയമപ്രകാരം വേണ്ടത്ര പൈലറ്റുമാർ ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ആസൂത്രണ പിഴവ് കാര്യമായിട്ട് അവർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഇതൊരു ഹോളിഡേ സീസൺ ആയിരുന്നു, പുട്ടിൻ വരുന്ന സമയമൊക്കെ ആയിരുന്നു. ഈ സമയത്തൊരു നിഴൽ യുദ്ധം നടത്തുകയായിരുന്നു ഇൻഡിഗോ. അപ്പോൾ ഇത് ഡച്ച് പൗരനാണ് ഇൻഡിഗോയുടെ തലപ്പത്ത്. എയർ ഇന്ത്യയുടെ തലപ്പത്ത് ന്യൂസിലൻഡുകാരനായ കാംപെൽ വിൽസൺ ആണ്. പലപ്പോഴും ഇവര് ഇന്ത്യക്ക് വേണ്ട രീതിയിലല്ല ഈ രണ്ടുപേരും പെരുമാറുന്നതെന്ന് ഇതിനു മുമ്പും ചില ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതായത് എയർ ഇന്ത്യയിൽ ഇയാൾ വെച്ചപ്പോൾ തന്നെ ഇത് സംബന്ധിച്ച ചില വിവാദങ്ങളൊക്കെ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, ഈ കാംപെലിനെ പറ്റിയിട്ട്. ഇനി ആ ഭാഗം കൂടി ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതാണ്. 2023 എയർബസുമായിട്ട് വലിയ കരാറ് ഇയാൾ വന്ന ശേഷം ഒപ്പിട്ടിട്ടുണ്ട്. കൂടുതൽ വിമാനങ്ങൾ വാങ്ങാൻ 100 വിമാനങ്ങൾ ഒറ്റയടിക്കാണ്. ഇങ്ങനെയൊക്കെ എയർലൈൻ കമ്പനികളൊന്നും അധികം കരാറുകൾ ചെയ്തിട്ടില്ല. 100 A320 വിമാനങ്ങൾ വാങ്ങാനാണ് ഒറ്റയടിക്ക് കരാറ് കൊടുത്തത്. എയർ ഇന്ത്യ 2023 ഫെബ്രുവരി ജൂൺ സമയത്ത് 470 വിമാനങ്ങൾ വാങ്ങാൻ എയർബസിനും ബോയിങ്ങിനും പാതിയായിട്ട് കരാർ കൊടുത്തിട്ടുണ്ട്. 470. അത് കഴിഞ്ഞിട്ട് 100 വിമാനങ്ങൾ കൂടി വാങ്ങാനും കരാർ ഒറ്റയടിക്ക് കൊടുത്തിട്ടുണ്ട്. വലിയ കരാറുകൾ ഈ വിദേശി സിഇഒമാരെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സംബന്ധിച്ച ദുരൂഹത തുടരുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഇൻഡിഗോയുടെ ഗ്രൗണ്ട് സർവീസ് തുർക്കിയെ ഏൽപ്പിച്ചിരുന്നത് അല്ലേ, തുർക്കി കമ്പനിയെ ഏൽപ്പിച്ചിരുന്നത് പഹൽഗാമിന് ശേഷം ഉയർന്നു വന്നതാണ്. അതെ. അപ്പോൾ കോഡ് ഷെയർ പരിപാടിയൊക്കെ തുർക്കിയുമായിട്ടൊക്കെ ഇവർ പങ്കിട്ടതൊക്കെ ആരോപണമായി വന്നതാണ്. അപ്പോൾ ഇപ്പോൾ 2009 പുട്ടിൻ വന്നപ്പോഴാണല്ലോ ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഇന്ത്യക്ക്. അപ്പോൾ പുട്ടിൻ്റെ ഒരു വീഡിയോ 2009 ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ലൈവായി വന്നിട്ടുണ്ട്. റഷ്യയിലെ ഏറ്റവും വലിയ ഒളിഗാർക്ക്, അതായത് ഏറ്റവും വലിയ ശതകോടീശ്വരൻ, ഈ ആറ്റും യാനങ്ങളും ഒക്കെ ഉള്ള ആളുകളെ പറ്റിയാണ് ഇത് പറയുക. വലിയ കോടീശ്വരന്മാരും വ്യവസായികളും. അവിടുത്തെ ഏറ്റവും വലിയ ശതകോടീശ്വരനെ അയാൾ തൊഴിലാളികൾക്ക് 3 മാസത്തെ ശമ്പളത്തിൽ കുടിശ്ശിക വരുത്തി കൊടുത്തില്ല. അയാളെ വിളിച്ചിട്ട് ഇങ്ങനെയാണെങ്കിൽ താൻ റഷ്യയിൽ തുടരില്ല കേട്ടോ എന്ന് പുട്ടിൻ അയാളെ ശാസിക്കുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി വന്നിട്ടുണ്ട്. അപ്പോൾ വിദേശികൾ വന്നിട്ട് ഇന്ത്യക്ക് പണിതരാം എന്ന് പറഞ്ഞാൽ മോദി എങ്ങനെ പെരുമാറണം എന്ന് ഉദാഹരിക്കുന്ന ഒരു വീഡിയോ ആണ് പുട്ടിൻ്റേത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന 2009 വീഡിയോ. അപ്പോൾ നിലക്ക് നിർത്തിയേ പറ്റുള്ളൂ. ഇൻഡിഗോ ആയാലും കൊള്ളാം, ഇൻഡിഗോയുടെ ബാപ്പ ആയാലും കൊള്ളാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.